ആരെങ്കിലും അമേരിക്കയിൽ ജൂതവിരോധം പുലർത്തിയാൽ അവർക്കിട്ട് പണി തരും എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു. അത്തരത്തിലൊരു പ്രസിഡൻഷ്യൽ ഓർഡറിന് അദ്ദേഹം ഉത്തരവിട്ടിരിക്കുന്നു. ആ ഓർഡർ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗം, വളരെ 2-3 വരികൾ ഉൾപ്പെടുന്ന ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ടു ഓൾ ദ റെസിഡന്റ് ഏലിയൻസ് ഹു ജോയിൻഡ് ഇൻ ദി പ്രോ ജിഹാദി പ്രൊട്ടസ്റ്റ്, വി പുട്ട് യു ഓൺ നോട്ടീസ്. വി വിൽ ഫൈൻഡ് യു ആൻഡ് വി വിൽ ഡിപ്പോർട്ട് യു. ഐ വിൽ ഓൾസോ ക്വിക്ക്ലി cancel the student visa of all Hamas sympathizers on college campuses which have been infested with radicalism like never before. All resident aliens. ആരാണത്? റെസിഡന്റ് ഏലിയൻസ് എന്ന് പറഞ്ഞാൽ റെസിഡൻസ് അല്ല, റെസിഡന്റ് ഏലിയൻസ് ആണ്. അമേരിക്കൻ പൗരനാവാം, അമേരിക്കയിൽ സ്ഥിരതാമസത്തിന് അനുമതി ഉള്ളവനാവാം, കുഴപ്പമില്ല. എന്നാൽ അമേരിക്കയിലേക്ക് വന്നിരിക്കുന്ന വിദേശ പൗരന്മാർ, അവർ വിസിറ്റിംഗ് വിസയിലോ സ്റ്റുഡന്റ് വിസയിലോ അല്ലെങ്കിൽ ടെമ്പററി വിസയിലോ അമേരിക്കയിലേക്ക് വന്നിരിക്കുന്ന പൗരന്മാർ, അവർക്ക് അമേരിക്കക്കാർക്കുള്ള അവകാശമില്ല. അവർ റെസിഡന്റ് ഏലിയൻസ്. റെസിഡന്റ് ഏലിയൻസ് മര്യാദയ്ക്ക് എന്ത് വിസയ്ക്കാണ് അവിടെ വന്നിരിക്കുന്നത്, ആ വിസ ചെയ്തിട്ട് പോകണം. നിങ്ങൾ ഈ ഫലസ്തീൻ അനുകൂല, ഹമാസ് അനുകൂല സമരത്തിൽ പങ്കെടുത്തെങ്കിൽ, പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചെങ്കിൽ, പോലീസിനെ നേരിട്ടെങ്കിൽ നിങ്ങൾ നിയമലംഘനം നടത്തിയിരിക്കുന്നു. കാരണം ആ യോഗങ്ങളിലെല്ലാം ഉയർന്നു വന്ന 2 മുദ്രാവാക്യങ്ങൾ, ഒന്ന് ഇസ്രായേൽ തുലയട്ടെ എന്നതാണ്, ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നതാണ്, ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ വേണ്ടെന്ന് വെക്കണമെന്നതാണ്, ഇസ്രായേലിന് സാമ്പത്തിക സഹായം അമേരിക്ക ചെയ്യരുത് എന്നതാണ്, ഇസ്രായേൽ അമേരിക്കൻ പട്ടാളത്തെ പിൻവലിക്കണമെന്നതാണ്. ഇത് അമേരിക്കൻ നയത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി നടത്തിയവർ ഇവിടെ തുടരാൻ അർഹതയുള്ളവരല്ല. ഞങ്ങൾ നിങ്ങളെ കണ്ടുപിടിക്കും, ഞങ്ങൾ നിങ്ങളെ പുറത്താക്കും എന്ന് കൃത്യമായി ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു.